ഹായ് മക്കളെ, എല്ലാ വർഷവും കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പം സ്ഥിരമായിട്ട് നിങ്ങളൊക്കെ കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലേ. എന്താണത്? CBSE കുട്ടികളാണ് എൻട്രൻസിന് നന്നായി പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ 100 റാങ്കിൽ ഭൂരിഭാഗവും CBSEക്കാണ്. സർക്കാർ സ്കൂളിൽ +1 +2 പഠിച്ച കുട്ടികളൊക്കെ എൻട്രൻസിന് പുറന്തള്ളപ്പെടുകയാണ്. അതിൻ്റെ പ്രധാന റീസൺ എന്താണ്? +1 +2 മാർക്ക് ദാനം കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്ഥിരം പല്ലവി കാലങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇത്തവണയും കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത്തവണ ഞാൻ ഒരുപാട് കുട്ടികൾ കുറച്ച് പരാതികളും കൂടെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലായത്. കീമിൻ്റെ കേസിലും നീറ്റിൽ മാത്രമല്ല, കീമിലും സ്കാം ഉണ്ട്. അത് സർക്കാർ സ്കൂളിലെ കുട്ടികൾ സർക്കാർ സ്കൂളിലെ കുട്ടികൾ തോറ്റു പോകുന്നതല്ല, പക്ഷെ അവരെ തോൽപ്പിക്കുന്നതാണ് ഇവിടുത്തെ മാർക്കിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ വെച്ച് നിന്നുള്ളത്. ഈ കഴിഞ്ഞ കീം റിസൾട്ട് കൃത്യമായി അനലൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാക്സിമം ആൾക്കാരിലേക്ക് ഇതെത്തണം. വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇതിനെക്കുറിച്ച് അറിയണം. ഈ വർഷമല്ലെങ്കിൽ അടുത്ത വർഷം എന്തായിരിക്കണം, ഈ ചതി കേരളത്തിലെ സർക്കാർ സ്കൂൾ പഠിക്കുന്ന കുട്ടികളോട് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ അവസാനം വരെ കാണാം. ഇഷ്ടപ്പെട്ട് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. എങ്ങനെയാണ് സാധാരണ ഒരു കീമിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത്? അതായത് നിങ്ങൾക്കറിയാം, കീം ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. പക്ഷേ ആ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പെർസെൻറ്റേജിലാണ് കിട്ടുക. അതിനുശേഷം നിങ്ങളുടെ +2 മാർക്കും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഫൈനൽ റാങ്ക് വരില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, വെറും എൻട്രൻസിന് വേണ്ടി മാത്രം പഠിക്കേണ്ട, +2 മാർക്കും കൂടെ പരിഗണിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യമാണ്. അതായത് നിങ്ങളുടെ എൻട്രൻസിലെ റാങ്കും അതേപോലെ എൻട്രൻസിലെ മാർക്കും +2ൻ്റെ മാർക്കും ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് റാങ്ക് ലിസ്റ്റ് വരിക. മനസ്സിലായല്ലോ. ആൻഡ് ഈ +2 മാർക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, എൻട്രൻസ് എല്ലാവരും ഒരേ എൻട്രൻസ് തന്നെ എഴുതുന്ന കീമാണ്. പക്ഷേ +2 എന്തുണ്ട്, നമുക്ക് കേരള സിലബസ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഒക്കെ ഉണ്ടല്ലേ. ഇവർക്കൊക്കെ പല ലെവലാണ് എക്സാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ മാർക്കൊന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമെന്ന് പറയും. ഞാൻ ആ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ടപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഇതിൻ്റെ മുകളിൽ ഇതിൽ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ വിദഗ്ധന്മാരുണ്ടാക്കിയാണെന്ന് പറയുന്നത്. ആൻഡ് ഇതൊക്കെയാണ് ആ ഫോർമുലയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളുടെ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ടോട്ടൽ ഒരു 300 മാർക്ക് കീമിൻ്റെ പെർഫോമൻസ്, കീമിൻ്റെ പെർസെൻറ്റേജിന് കൊടുക്കും. അതേപോലെ തന്നെ ഇത് കീമിൻ്റെ ഇതാണ്. ആൻഡ് ഒരു 300 മാർക്ക് ബോർഡ് എക്സാം, +2 മാർക്ക് മാത്രം, +1 കൂട്ടൂല, +2 മാർക്ക് മാത്രം. അപ്പം നമ്മളെ സ്റ്റേറ്റ് ബോർഡുകാരുടെ കേസിൽ എഞ്ചിനീയറിംഗ് ആകുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സുമാണ് പരിഗണിക്കുക, CBSEക്കാരൊക്കെ. അപ്പോൾ അതെന്താ വെച്ചാൽ, നമുക്ക് +2 360 മാർക്കിനാണ്. ആ 360 മാർക്ക് എന്ത് ചെയ്യും, ഒന്ന് നോർമലൈസ് ചെയ്ത് 300ലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ CBSEക്കാർക്ക് അങ്ങനെ കിട്ടും. എന്നിട്ട് ഈ 2 മാർക്കുകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 600ൽ എത്ര മാർക്കാണ് കിട്ടുന്നത്, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, അതിനനുസരിച്ചാണ് കീമിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. എനിക്കൊന്ന് ഇത്തവണത്തെ ടോപ്പ് 590 എത്രയോ സംഭവമാണ് CBSEയിൽ പഠിച്ച കുട്ടി തന്നെയാണ്. CBSEയിൽ പഠിച്ച കുട്ടിയാണ്, മനസ്സിലാക്കേണ്ട ആവശ്യം 100% ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കുട്ടി, ഒരു സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടി എന്ത് ചെയ്തു, നമ്മുടെ കീം എക്സാമിന് 100%ലേക്ക് എത്തി. കീം എക്സാമിൽ 100%ലേക്ക് എത്തി എന്ന് മാത്രമല്ല, അവൻ +2 ബോർഡ് എക്സാമിൽ 360ൽ 360 കിട്ടിയെന്ന് നമ്മൾ എഴുതാം. ഓക്കെ, അതായത് അവനെ കൊണ്ടാവുന്ന മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ചെയ്തിട്ടുണ്ട്. കീമിൽ 100%ലാണ്, +2ൽ ഫുൾ മാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക അവൻ്റെ റാങ്ക് എത്ര, 1 പോട്ടെ, CBSE അങ്ങനെ ഉണ്ട്, അവർക്ക് കുറച്ച് ഇത് കൊടുക്കുക, ഒരു 10ൻ്റെ ഉള്ളിലൊക്കെ കിട്ടുമെന്നല്ലേ. പക്ഷെ അവൻ ചിലപ്പോൾ ആദ്യത്തെ 100ൻ്റെ ഉള്ളിൽ തന്നെ വരാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, +2ൽ 360ൽ 360 മാർക്കും വാങ്ങി, ഫുൾ മാർക്കും വാങ്ങിയ കുട്ടിക്ക് പോലും നമ്മുടെ ഈ സ്റ്റാൻഡേർഡൈസേഷൻ, അത്ര നേരത്തെ കാണിച്ച ആ ഫോർമുല ഉപയോഗിച്ചുള്ള സ്റ്റാൻഡേർഡൈസേഷനിൽ പരമാവധി കിട്ടാൻ പോകുന്നത് 273 മാർക്കാണ്. അതായത് 27 മാർക്ക് എന്ത് ചെയ്യും, അങ്ങ് കട്ട് ചെയ്യും. അതായത് ഈ കീമിൽ 300 മാർക്കും വാങ്ങിയിട്ട് +2ൽ ഫുൾ മാർക്കും വാങ്ങിക്കഴിഞ്ഞാൽ അവന് 573 മാർക്കേ എന്ത് ചെയ്യുള്ളൂ, മാക്സിമം കിട്ടുള്ളൂ. ഇത് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ അവസ്ഥ കേട്ടോ. മാർക്ക് കുറയുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ +2ൽ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡൈസേഷന് ശേഷമുള്ള മാർക്ക്
വലിയ രീതിയിൽ കുറയും എന്ന് മാത്രമല്ല CBSEയുടെ കേസിൽ അതാ സ്റ്റാൻഡേർഡ് സാധാരണ എന്താണ് 300-ൽ 270 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 8 മാർക്ക് കൂടുതലാണ് എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുക. CBSEക്ക് 8 മാർക്ക് കൂടുതൽ, സ്റ്റേറ്റിന് 27 മാർക്ക് കുറവ്. ആൻഡ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കീമിന് ഫുൾ മാർക്കും വാങ്ങി അല്ലെങ്കിൽ 100% വാങ്ങി ബോർഡിന് ഫുൾ മാർക്കും വാങ്ങിയ ആള് 573 മാർക്കാണ്. അവൻ്റെ റാങ്ക് എത്ര വരാന്ന് എക്സാക്ട്ലി എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ടോപ്പ് 10ന്റെ 10ാമത്തെ റാങ്ക്, ഒന്നാമത്തെ ഞാൻ പറഞ്ഞ 590 സംതിങ് ഉണ്ട്, 10ാമത്തെ റാങ്കിന് വന്നിരിക്കുന്ന സ്കോർ എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? 10ാമത്തെ റാങ്കിന് വന്നിരിക്കുന്ന സ്കോർ എത്രയാണെന്നറിയോ? 585ആണ്. അതായത് ആ പാവം കീമിന് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലെ, 100%ലാണ്. ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ആദ്യത്തെ 10ൽ അവനെത്തൂല, ആദ്യത്തെ 100ൽ എത്തുക എന്നുള്ളത് ഈ 100ാമത്തെ റാങ്ക് എത്രയാണ് മാർക്ക് എന്ന് എനിക്കറിയില്ല. അത് ഏകദേശം എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്താ 100ൻ്റെ ഉള്ളിൽ 2-3 ആൾക്കാർ, അതും കീമിൽ അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഉണ്ടാവും. ബാക്കി മുഴുവൻ എന്താണ് CBSEയും ICSEയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ടോപ്പ് ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് 2-3 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കുറഞ്ഞിട്ടുണ്ടാവും. കീം നിങ്ങൾ എന്താണ് ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് ഒക്കെ ആയിരിക്കും. ഈ സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലായിരുന്നെങ്കിൽ 3000 ഒക്കെ റാങ്ക് കിട്ടേണ്ട നിങ്ങളെ റാങ്ക് ചിലപ്പം 5000-ഓ 6000-ഓ ആയി മാറാൻ ചാൻസ് ഉണ്ട്. അതായത് കീമിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, റാങ്ക് വരുമ്പോൾ CETയിൽ കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ CETയിൽ നല്ലൊരു CS കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു കോഴ്സൊക്കെ പ്രതീക്ഷിച്ച കുട്ടികൾക്ക് CET പോലും കിട്ടൂല. ചിലപ്പോൾ GEC തൃശ്ശൂരിലോ അല്ലെ TKMO കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഒരൊറ്റ റീസൺ മാത്രം. എന്താ റീസൺ? ആ പാവം ചിലപ്പോൾ പാരൻസിന് പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല, സർക്കാർ സ്കൂളാണ് പഠിച്ചത്, ഫീസ് കൊടുക്കാതെ പഠിച്ചത്, കേരള സിലബസ് പഠിച്ചാന്നുള്ളത്. ഇത് ശരിക്കും അനീതിയല്ലേ? അതായത് സ്റ്റാൻഡേർഡൈസേഷൻ നോർമലൈസേഷൻ വേണ്ട എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു സംശയവും വേണ്ട. CBSE 12th എക്സാം സ്റ്റേറ്റിൻ്റെ 12th എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ടഫ് തന്നെയാണ്. അവിടെ മാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടുമാണ്, സംഭവം ശരിയാണ്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ CBSEയിൽ 80% കിട്ടിയ ആൾക്ക് സ്റ്റേറ്റിൻ്റെ 90% നിങ്ങൾ കൊടുത്തോ? അല്ലെ CBSEയിൽ 90% കിട്ടിയ ആൾക്ക് സ്റ്റേറ്റിൻ്റെ 100%ൻ്റെ ഫുൾ മാർക്ക് 300-ൽ 300 നിങ്ങൾ കൊടുത്തോ? അത് പ്രശ്നമില്ല. പക്ഷേ സ്റ്റേറ്റിൽ ഒരു കുട്ടിക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന 360-ൽ 360 വാങ്ങിയിട്ട് അതെങ്ങനെയാണ് നിങ്ങളത് 270 27 മാർക്ക് താഴോട്ടേക്കാക്കുക? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അതല്ലേ ശരിക്കും സ്റ്റാൻഡേർഡൈസേഷൻ. ടഫായിട്ടുള്ള എക്സാം ആണെങ്കിൽ നിങ്ങൾ എന്ത് ഫോർമുല കൂട്ടിക്ക്, ഈ ഫോർമുലേൻ്റെ ആധികാരികത എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫോർമുല എന്താണ് 100% അൺഫെയർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് കേരളത്തിലെ NIT കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET, ഒരുപക്ഷെ നല്ല ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉള്ള CETയിൽ ഈ വർഷം കേരളത്തിലെ സർക്കാർ സ്കൂൾ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ മണ്ടൻ നോർമലൈസേഷൻ കാരണം. അല്ലേ തന്നെ ഞാനിന്ന് വേറൊരു കാര്യം, CBSE അതിന് മാത്രം ടഫാണോ എന്നൊക്കെ ഞാനിന്ന് നോക്കിയിട്ടോ. ഞാനെന്താണ് പിന്നെ CBSE +2 റിസൾട്ട് വന്നതിന് ശേഷം CBSE പ്രസിദ്ധീകരിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി. അതിൽ കേരളത്തിലെ CBSE +2 ആണ് കേട്ടോ, +2 പാസ് പെർസെൻറ്റേജ് എത്രയാണോ? 99.91. നമ്മുടെ SSLC ഒക്കെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റാത്ത ആൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കേരള CBSE ക്ലാസ് 12ൽ തോറ്റിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ പാസ് പെർസെൻറ്റേജ് ഏകദേശം 80% അത് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസൊക്കെ കൂട്ടിയാണെങ്കിലും സയൻസ് എന്തല്ല ഈ 99 എത്തിയിട്ടില്ല, അറൗണ്ട് 90 എനിക്ക് ഓർമ്മയില്ല. അതായത് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും പാസ്സായിട്ടുള്ള CBSE +2 എക്സാം എന്ത് ബേസിലാണ് അവർക്കൊക്കെ 8 മാർക്ക് കൂടുതൽ കൊടുക്കുക? അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് 27 മാർക്ക് താഴോട്ടേക്ക് പോകാന്നുള്ളത്. ഇത് ടോപ്പേഴ്സിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എന്താണ് 360-ൽ 300 ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരുപാട് താഴോട്ടേക്കാണ് നിങ്ങളെ ബോർഡിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തതിന് ശേഷമുള്ള മാർക്ക് വരാൻ പോകുന്നത്. അനീതിയല്ലേ ഇത്? അനീതിയല്ലേ? അതായത് പല ആൾക്കാരും കമ്പയർ ചെയ്യുന്ന മാർക്ക് തന്നെ, ഇത് മാർക്ക് ദാനത്തിൻ്റെ അല്ല, ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്, ഈ കാൽക്കുലേഷൻ്റെ പ്രോബ്ലമാണ്. ഫുൾ മാർക്ക് കിട്ടിയവന് ഫുൾ തന്നെ കിട്ടണ്ടേ, 300-ൽ 300 കിട്ടണ്ടേ? അവനെന്താ ബാക്കി ചെയ്യേണ്ടത്? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ CBSE എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതെന്താണ് ഏകദേശം വർഷത്തിൽ 1 ലക്ഷം അതിൻ്റെ മുകളിലോ ഫീസ് കൊടുത്തിട്ട് പഠിക്കുക. ചിലപ്പോൾ എന്തായിരിക്കും 8ാം ക്ലാസ് മുതൽ ആ സ്കൂൾ ഫീസിന് പുറമെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ഉള്ള വലിയ ഫീസും പേ ചെയ്തുകൊണ്ടാണ് ഈ മക്കളൊക്കെ എന്ത് ചെയ്ത ടോപ്പിലെത്തി. ഇവരെ ഞങ്ങൾ കുറ്റം പറയുന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ അത് കേരളത്തിലെ 99% പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആഗ്രഹമില്ലായിട്ടൊന്നല്ല,
പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അവരുടെ എന്താണ് ഇങ്ങനെ ഒരു അനീതി കാണിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് മോശമാണ്. അത് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ഈ നാട്ടും പുറങ്ങളുള്ള CBSE സ്കൂളിലെയും സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവരോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. അതായത് 8ാം ക്ലാസ് മുതൽ എന്താണ് ഫൗണ്ടേഷൻ കൊടുത്ത് എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് പോയിട്ട് +1ഉം +2ഉം റെസിഡൻഷ്യലായി നിന്നിട്ട് എൻട്രൻസ് കോച്ചിങ് നിൽക്കുന്ന കുട്ടികൾക്കാണ് ഈ ടോപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് എന്താണ് സ്റ്റേറ്റിലെ പിള്ളേരൊക്കെ എന്താണ് മണ്ടന്മാരാണ്, അതുകൊണ്ടാണ് അവർക്ക് ഈ മാർക്ക് കുറഞ്ഞതെന്നുള്ള ഒരു ചിന്തയുടെ ആവശ്യമില്ല. ശരിക്ക് ഇത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല. ആ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ല എന്ന് മാത്രമല്ല, ഇതുപോലെ എന്താണ് നെഞ്ചത്തടിക്കുന്ന തീരുമാനമാണ് സർക്കാർ ഇതിൽ കൈക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു സംശയമില്ല, ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, ഈ ഒരു നോർമലൈസേഷൻ രീതി മാറ്റിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം എന്ന് മാത്രമല്ല, ഇതെന്ത് ചെയ്യണം, ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തണം. ഈ വർഷമാണ് ഇതെന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ശ്രദ്ധിച്ചത്. വർഷങ്ങളായിട്ട് ഇതേ സ്റ്റാൻഡേർഡൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷവും ഇതുപോലെ ആവാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം, വിദ്യാഭ്യാസ വകുപ്പിലേക്കും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നു ഈ എൻട്രൻസ് കമ്മീഷൻ വരുന്നത്. അവരിലേക്ക് എന്ത് ചെയ്യണം, എത്തണം. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും പറയാം. ശരി.